മനുഷ്യത്വമില്ലായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന വാർത്തയിൽ അതുണ്ട്. എറണാകുളം എളമക്കരയിൽ ശുചീകരണ തൊഴിലാളിയെ കാർ ഇടിച്ചു വീഴ്ത്തി. അതിവേഗത്തിലായിരുന്നു ആ കാർ. അപകടത്തിന് പിന്നാലെ ഡ്രൈവർ പുറത്തിറങ്ങി നോക്കിയെങ്കിലും വീണ് കിടന്നയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാതെ സ്ഥലത്ത് നിന്ന് മുങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇടപ്പള്ളി സ്വദേശി നിഷ ഇപ്പോഴും കിടപ്പിലാണ്. ആദ്യം നമുക്ക് അപകടത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ രീതിയിൽ ശുചീകരണ തൊഴിലാളി നടന്നു പോകുന്നു. പിന്നാലെ എത്തുന്ന ഒരു കാർ. അവസാന ഘട്ടത്തിലാണ് അവർ തിരിച്ചറിയുന്നത് കാർ ഇടിക്കാൻ വരുന്നു എന്നുള്ളത്. മാറാൻ കഴിയുന്നില്ല. അങ്ങനെ ഇടിക്കുന്നു. നല്ല വേഗത്തിൽ വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ആ വാഹനത്തെ, വണ്ടിയെയും ഉന്തുവണ്ടിയെയും ഒപ്പം ആ ശുചീകരണ തൊഴിലാളിയെയും. ആ സമയത്ത് കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഡ്രൈവർ. പിന്നീട് ആ സ്ത്രീയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാറെടുത്ത് മുങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിഷയുടെ വീട്ടിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഇത് അങ്ങേയറ്റം മനുഷ്യത്വ ഇല്ലായ്മയാണ്. അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ആരാണ് ഈ കാർ ഇടിച്ചതെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം അതിൽ നടക്കുന്നുണ്ടോ? എന്താണ് ഈ പരിക്കേറ്റയാളുടെ സ്ഥിതി? കുടുംബം ഇനി എങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത്? ഏറെ ഞെട്ടിപ്പിക്കുന്ന കൊച്ചിയിൽ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ഈ കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 3:30 കൊച്ചിയിലെ ശുചീകരണ തൊഴിലാളികളെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചത്. അതിനുശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റത് കോർപ്പറേഷനിലെ ഹരിത കർമ്മസേന അംഗമായ നിഷയും അതോടൊപ്പം തന്നെ മാരിയപ്പനുമാണ്. ഇപ്പോൾ നിഷ 24 ചേരുന്നുണ്ട്. വലിയ അപകടമാണ് സംഭവിച്ചത്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ എന്താണ് ഉണ്ടായ പരിക്ക്? കാലില് എല്ലിന് പൊട്ടലുണ്ട്, പിന്നെ നടുവിന് ചതവുണ്ട് തന്നെ. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു MRI സ്കാനും കൂടി ചെയ്ത് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 ആഴ്ചത്തേക്കാണ് ഇത് ഇട്ടേക്കണത്. അന്ന് എന്താണ് സംഭവിച്ചത്? കാരണം അറിഞ്ഞിരുന്നു ബാക്കിൽ വണ്ടി വരുന്ന കാര്യം? ഇല്ല, ഹോൺ അടിച്ചിട്ടില്ല. അവൻ ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക്. ഞാൻ ലൈറ്റിൻ്റെ വെട്ടം വന്ന് അടിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഞാൻ വേസ്റ്റ് വണ്ടി ഇട്ടിട്ട് ഓടിയെങ്കിലും ബാക്കിലൊന്ന് ഇടിക്കുകയും ചെയ്തു. ഡ്രൈവർ എന്തായിരുന്നു പറഞ്ഞത്? ഡ്രൈവർ ഇറങ്ങി വന്നു. എന്നിട്ട് വന്ന് ഞാൻ കരയണുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചേച്ചിന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് വണ്ടി എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് വണ്ടി അടുപ്പിക്കാമെന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷെ വിട്ട് കളഞ്ഞു. ആ സ്പീഡിൽ തന്നെ ഞങ്ങൾ വിട്ട് കളഞ്ഞു. ഒരാഴ്ച എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നത്? 3 ദിവസം കിടന്നു. ഇനി എത്ര ദിവസം വിശ്രമം വേണം? 6 ആഴ്ച. ഈ കോർപ്പറേഷൻ പറഞ്ഞത് ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചോ? ഒന്നുമില്ല. ഇപ്പോഴൊക്കെ ഞങ്ങളുടെ കയ്യിലെ കാശ് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. നിങ്ങളുടെ ഏക വരുമാന മാർഗം ഈ തൊഴിലുകൊണ്ട് കിട്ടുന്നതാണ്? അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ അപകട സമയത്ത് നിഷയുടെ ഭർത്താവ് മാരിയപ്പനാണ് കൂടെ ഉണ്ടായിരുന്നത്. പോലീസിന്റെ ഇടപെടൽ കൃത്യമായി ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം. പോലീസിന് എന്തായിരുന്നു സമീപനം? പോലീസുകാർക്ക് ഞാൻ പരാതി നൽകിയിട്ട് ഒന്നുകൊണ്ടും ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കൊടുത്ത പരാതിയിലാണ് ഇവർ കേസെടുത്തേക്കണത്. കേസെടുത്തെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നുമേ വന്നില്ല. പരാതി ഞാൻ കൊടുത്തിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത് അന്വേഷിക്കുവോ വൈഫിൻ്റെ മൊഴി എടുക്കുവോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ പ്രതിനെ പിടിച്ച് സ്റ്റേഷനിൽ വരുത്തിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് ഞാൻ അറിഞ്ഞ്. തെളിവുകൾ നിരത്തിയിട്ടും പോലീസിന്റെ ഭാഗത്തും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം ആക്ഷേപിക്കുന്നത്. ഈ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച വിവരം തന്നെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ പറഞ്ഞാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി വേണം. കാരണം വാഹനം ഇടിച്ച് നിർത്താതെ പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. കൃത്യമായ അന്വേഷണവും നടപടിയും ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്കുള്ള ധനസഹായം അടിയന്തരമായി തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും നൽകണം എന്നൊരു അഭ്യർത്ഥനയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 1.5 മാസം കൂടെ ഈ നിലയിൽ ഒരു വിശ്രമം ഇവർക്ക് വേണ്ടിവരും. ആ നിലയിലുള്ളൊരു പരിക്കാണ് പറ്റിയിരിക്കുന്നത്. കാലിനും അതോടൊപ്പം നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. തലനാഴിയേക്കാണ് രക്ഷപ്പെട്ടതെന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ്. ക്യാമറമാൻ അനു നായറിനോടൊപ്പം നിതിൻ അംബുജൻ, 24. എന്നാലും കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കാറിനെ ട്രേസ് ചെയ്ത് ആ കാറിൻ്റെ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്രയും പെട്ടെന്ന് ആരാണ് ആ മനുഷ്യരഹിതമായി പ്രവർത്തിച്ച ആൾ ആരാണെന്ന് കണ്ടെത്തണം. കൃത്യമായ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും വേണം.